അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻസ് എന്ന് പലപ്പോഴും എൻ്റെ വീഡിയോസിൽ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് നമുക്ക് വേണ്ട മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് ചില കാര്യങ്ങളിൽ കുറച്ച് ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രം മതിയാവും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ടുകളൊന്നുമില്ല, രണ്ട് കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളേ ഉള്ളൂ, നമുക്ക് ചേരുന്നതും ചേരാത്തതുമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ആ കാര്യത്തിൽ കുറച്ച് ക്ലാരിറ്റി ഉണ്ടാക്കാം. അതിനോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ മ്യൂച്വൽ ഫണ്ട് എന്തുകൊണ്ടാണ് ബിഗിനേഴ്സിന് ഏറ്റവും അടിപൊളി ഓപ്ഷൻ ആവുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ എത്ര തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് കാറ്റഗറിയിൽ മ്യൂച്വൽ ഫണ്ടുകളെ എല്ലാം തിരിക്കാം. ഒന്നാമത് ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സും രണ്ട് പാസീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സും. ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചാൽ ആ മ്യൂച്വൽ ഫണ്ടിൽ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട, ഓരോന്നും എത്ര പെർസെൻറ്റേജ് വെച്ച് വേണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഒരു ഫണ്ട് മാനേജറാണ്. കുറേ നാൾ ആ മ്യൂച്വൽ ഫണ്ടിൽ ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ സ്റ്റോക്ക് ഇപ്പോൾ നമുക്ക് ഇനിയും മുന്നോട്ട് വാങ്ങിക്കണ്ട എന്ന് തീരുമാനിക്കുന്നതും, അതല്ലെങ്കിൽ അതിൻ്റെ അലോക്കേഷൻ്റെ പെർസെൻറ്റേജ് മാറ്റിയെടുക്കുന്നതും, കംപ്ലീറ്റ് ആയിട്ട് ഹോൾഡിങ്സ് മോണിറ്റർ ചെയ്യുന്നതും റിവൈസ് ചെയ്യുന്നതും എല്ലാ പ്രോസസ്സും ചെയ്യുന്നത് ഈ ഫണ്ട് മാനേജറും ഫണ്ട് മാനേജറുടെ ടീമുമാണ്. അതേസമയം പാസീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ബഹളങ്ങളൊന്നുമില്ല. ഈ ഫണ്ട് മാനേജറോ ഫണ്ട് മാനേജറിന്റെ ടീമോ അല്ല തീരുമാനിക്കുന്നത് ആ മ്യൂച്വൽ ഫണ്ടിൽ ഏതൊക്കെ കമ്പനികൾ വേണം എന്ന്. അത് തീരുമാനിക്കുന്നത് മാർക്കറ്റ് തന്നെയാണ്. അതെങ്ങനെയാണ് എന്ന് നമുക്ക് മുന്നോട്ട് മനസ്സിലാവും. ഫണ്ട് മാനേജർ ചെയ്യുന്നത് അതിനുള്ള എല്ലാ സെറ്റപ്പുകളും ഓഫീസ് വർക്കുകളും എല്ലാം ചെയ്യുകയും അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നൊരു ജോബ് മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മുന്നോട്ട് മനസ്സിലാവും. ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്, ഒന്ന് NSE, ഒന്ന് BSE. ആദ്യം തന്നെ നമുക്ക് NSEയുടെ വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മളിവിടെ NSEയുടെ വെബ്സൈറ്റിൽ കയറി. NSEയുടെ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് ഇവിടെ ഇൻഡിസസ് എന്ന് പറയുന്നൊരു സാധനം നമുക്ക് കാണാം. ഈ ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂചിക. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത് പോലെ നമ്മുടെ മാർക്കറ്റിനെ മെഷർ ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഈ ഇൻഡിസസ് എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം തന്നെ കിടക്കുന്നത് എന്താണ്? നിഫ്റ്റി 50. നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ടോപ്പ് 50 കമ്പനീസ്. കൂടുതൽ ക്ലാരിറ്റി നമ്മൾ മുന്നോട്ട് കാണുമ്പോൾ കിട്ടും. അപ്പോൾ ഇന്ന് നിഫ്റ്റി 50യുടെ വാല്യൂ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാം. അതിൻ്റെ സൂചികയാണ്, എമൗണ്ട് അല്ല. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷനിലോട്ടൊന്നും പോവാതെ ഞാൻ പെട്ടെന്ന് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ കമ്പനീസിൻ്റെ പേര് കാണാം. അവിടെയും വേണ്ട, നമുക്കിത് ഇവിടെ നോക്കാം. ഇവിടെ കോൺസ്റ്റിറ്റ്യുവൻസ് ബൈ വെയിറ്റേജ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന കമ്പനീസ്, ഇപ്പോൾ നമ്മൾ ഇവിടെ വ്യൂ മോർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 50 കമ്പനീസ് കാണാം. ആ 50 കമ്പനീസിൽ HDFC, റിലയൻസ്, ICIC അങ്ങനെ പറഞ്ഞിട്ട് 50 കമ്പനീസ് നമുക്ക് കാണാം. ഈ 50 കമ്പനീസാണ് നിഫ്റ്റി 50യിൽ അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഇവിടെ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ നമ്മളെടുത്ത് നോക്കുന്ന സമയത്ത് ബൈ വെയിറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ HDFC ആണ് ആദ്യം കിടക്കുന്നത്, റിലയൻസ് ആണ് രണ്ടാമത് കിടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം കരുതുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി റിലയൻസ് ആണ് എന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ ഫസ്റ്റിൽ തന്നെ HDFC വന്നത്? അറിയാവുന്നവർ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യുക, അറിയാത്തവർ റിസർച്ച് ചെയ്തിട്ട് ഉത്തരം താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ തോന്നൽ തെറ്റാണോ? അതായത് HDFC ആണോ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി? അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സംഭവം വെച്ചിട്ട് എന്തുകൊണ്ടാണ് HDFC ആദ്യവും റിലയൻസ് രണ്ടാമതും വന്നത് എന്ന് റിസർച്ച് ചെയ്ത് താഴെ കമൻറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് തിരികെ ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ NSEയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ടോപ്പ് 50 കമ്പനീസിൻ്റെ ലിസ്റ്റ് നമ്മളിവിടെ കണ്ടു. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് നിഫ്റ്റി 50 എന്ന് അടിച്ചു കൊടുക്കുക. നിഫ്റ്റി 50 എന്ന് അടിച്ചു കൊടുക്കുക. നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കയറി നോക്കുക. ഞാനിവിടെ എക്സാമ്പിളായിട്ട് വെറുതെ ഒരു ഫണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് റെക്കമെൻഡേഷൻ ഒന്നും അല്ല, വെറുതെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ICICI Prudential നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്. ഇവിടെ ഞാനിങ്ങനെ താഴോട്ട് വന്നിട്ട് ഹോൾഡിങ്സ്, അതായത് ഈ ഫണ്ടിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. വാട്ട് ഈസ് ഇൻ ദിസ് ഫണ്ട്? ഹോൾഡിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും എനിക്ക് അതേ സെയിം 50 കമ്പനീസ് കാണാം. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. 50 കമ്പനീസ് കാണാം. അപ്പോൾ ഞാൻ നിഫ്റ്റി 50 എന്ന് ചൂസ് ചെയ്ത് ഏതെങ്കിലും ഒക്കെ മ്യൂച്വൽ ഫണ്ട്സിൽ കയറി നോക്കുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? അത് ട്രാക്ക് ചെയ്യുന്നത് NSEയിലെ ടോപ്പ് 50 കമ്പനീസും മാത്രമാണ്. ഇവർ പ്രത്യേകിച്ച് അതിനുവേണ്ടി പണിയൊന്നും എടുക്കുന്നില്ല. കാരണം അവർ കൃത്യമായിട്ട് NSEയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ടോപ്പ് 50 കമ്പനീസ് ഏതാണ്, NSE അത് മാറ്റിക്കഴിഞ്ഞാൽ ഇവർ ഇവിടെ അത് മാറ്റും. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഈ HDFCയുടെ നേരെ 12% എന്നും റിലയൻസിന് നേരെ 8% എന്നും ICICIയുടെ നേരെ 8%, പിന്നെ താഴോട്ട് പോകുന്ന അനുസരിച്ച് ഈ പെർസെൻറ്റേജ് കുറഞ്ഞു വരികയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഈക്വൽ വെയിറ്റേജിലല്ല ഈ കമ്പനികൾ ഇവർ വാങ്ങിക്കുന്നത്. അവർ
വലിയ കമ്പനിയിൽ കൂടുതൽ പണവും അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പനിയും കുറച്ച് കുറവ് പണവും അങ്ങനെയാണ് വാങ്ങിക്കുന്നത്. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ 100 രൂപ ഇട്ടാൽ 12.77 രൂപ HDFCയുടെ ഷെയർ ആയിരിക്കും വാങ്ങിക്കുന്നത്. അതിൽ 8 രൂപ റിലയൻസിൻ്റെ ഷെയർ ആയിരിക്കും വാങ്ങിക്കുന്നത്, 8 രൂപ 13 പൈസ ICICIയുടെ ഷെയർ ആയിരിക്കും വാങ്ങിക്കുന്നത്. അങ്ങനെ താഴോട്ട് പോകും. ഇനി ഇതേ സമയം ഞാൻ നിങ്ങളെ വേറെ ഒരു മ്യൂച്വൽ ഫണ്ടൂടെ കാണിക്കാം. ഇവിടെ പേര് തന്നെ എന്താണ്? HDFC Nifty 50 ഈക്വൽ വെയ്റ്റ് ഇൻഡെക്സ് ഫണ്ട് എന്നാണ് കിടക്കുന്നത്. ഈക്വൽ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടിയിട്ട് കാണും. ഇവിടെ നമ്മൾ താഴോട്ട് ചെന്ന് ഹോൾഡിങ്സ് എടുത്ത് നോക്കിയാൽ ഇവിടെ കണ്ടില്ലേ 2.38, 2.22, അതായത് 50 കമ്പനീസ് ഉണ്ട്. അത് ഏകദേശം 2.2 വെച്ചിട്ടാണ് ഇതെല്ലാം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഈക്വൽ വെയിറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യം, എല്ലാം 2% അല്ലേ വരേണ്ടത്, എന്തുകൊണ്ടാണ് ഈ 2% വരുന്നത് എന്ന്. മാർക്കറ്റ് ഡ്രിഫ്റ്റ് കൊണ്ടും ഈ റൗണ്ടിങ് ഓഫിൻ്റെ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. പക്ഷേ എല്ലാ ക്വാർട്ടറിലും ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് എന്ത് ചെയ്യും? ഇത് അവരൊന്ന് റിവൈസ് ചെയ്തിട്ട് അവരിതെല്ലാം അലോക്കേറ്റ് ചെയ്ത് തിരിച്ചും മറിച്ചും ഒക്കെ മാറ്റിയിട്ട് എല്ലാം ഈക്വലാക്കി മാറ്റും. അങ്ങനെ അവർ എക്സാക്ട് 2%ലേക്ക് കൊണ്ടുവരികയാണ് സാധാരണ ചെയ്യുന്നത്. കാരണം നമ്മുടെ സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടും അതിൻ്റെ കൃത്യമായിട്ട് റൗണ്ട് ഓഫ് ചെയ്ത് വാങ്ങിക്കാം. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരു സ്റ്റോക്ക് ഫുള്ളായിട്ടേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ റൗണ്ട് ഓഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഈ ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. അതിനെപ്പറ്റി കൂടുതൽ കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട. നമുക്ക് ഐഡിയ എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് ഇവിടെ മുകളിൽ ഈക്വൽ വെയിറ്റ് എന്ന് കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവർ ഈക്വലായിട്ടാണ് വാങ്ങിക്കുന്നത്. കമ്പനി എത്ര വലുതാണ് ചെറുതാണ് എന്നുള്ളതൊന്നും ഇവിടെ മാറ്ററേ ചെയ്യുന്നില്ല. ആകെ മാറ്റർ ചെയ്യുന്നത് ഇത് NSE ടോപ്പ് 50, അതായത് നിഫ്റ്റി 50യിലുള്ള കമ്പനീസ് ആണെങ്കിൽ എല്ലാ കമ്പനീസും വാങ്ങിക്കും. ഞാൻ ഇവിടെ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ശ്രീറാം ഫിനാൻസിൽ 2 രൂപ, ഹിൻഡാൽകോയിൽ 2 രൂപ, ടൈറ്റനിൽ 2 രൂപ, ലാർസൻ ആൻഡ് ടൂബ്രോയിൽ 2 രൂപ, അങ്ങനെ എല്ലാത്തിലും 2 രൂപ വീതം പോകും. ഇനി ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാനിവിടെ വേറെ ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നിഫ്റ്റി 50 എന്ന് പറയുന്നത് NSEയിലെ തന്നെ ടോപ്പ് 50 കമ്പനീസിനെയാണ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ കമ്പനീസിൻ്റെയും ഒരു വലിയ സ്പെസിമെൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഇത് വാങ്ങിച്ചാൽ മതി എന്നൊക്കെ നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് Nifty 50 എന്ന് അടിച്ചിട്ട് കൈ കാണുന്ന ആദ്യം കയറി അങ്ങ് വാങ്ങിച്ചെന്ന് കരുതുക. ഇവിടെ കണ്ടില്ലേ, ICICI Prudential Nifty 50 വാല്യൂ 20 ഇൻഡെക്സ് ഫണ്ട്. വാല്യൂ 20 ഇൻഡെക്സ് ഫണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് Nifty 50 സെർച്ച് ചെയ്തിട്ട് ഞാൻ ഈ ഒരു മ്യൂച്വൽ ഫണ്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അതെന്താണെന്ന് മനസ്സിലാക്കണം. താഴോട്ട് വരുമ്പോൾ എന്താണ് ഇവിടെ കിടക്കുന്നത്? ഹോൾഡിങ്സിൽ 50 കമ്പനീസ് ഇല്ല, 20 കമ്പനീസാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരും. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാല്യൂ 20, ഞാൻ നേരെ തിരിച്ച് NSEയുടെ വെബ്സൈറ്റിലേക്ക് ചെല്ലുന്നു. അവിടെ ഈ ഇൻഡിസസ് കൊടുത്തിരിക്കുന്നിടത്ത് ഇഷ്ടം പോലെ ഇൻഡിസസ് ഉണ്ട്. കണ്ടില്ലേ, ഒരുപാട് ഇൻഡിസസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഇൻഡിസസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ Nifty 50 ആണ് ഇത്രയും നേരം കണ്ടത്. നിഫ്റ്റി ബാങ്ക് ഉണ്ട്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ട്, മിഡ് ക്യാപ് 50, അതായത് ഇന്ത്യയിലെ മിഡ് ക്യാപ് കമ്പനീസിലെ 50 കമ്പനീസ് ഉണ്ട്, മിഡ് ക്യാപ് 100 ഉണ്ട്, മിഡ് ക്യാപ് 150 ഉണ്ട്, സ്മോൾ ക്യാപ് കമ്പനി ഉണ്ട്. ഇതെല്ലാം ഓരോ ഇൻഡിസസ് ആണ്. നമ്മളിവിടെ കാണുന്ന ഓരോ പേരും എടുത്ത് നമ്മൾ അപ്പുറത്ത് ഏതെങ്കിലും ഒരു ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് അവിടെ കാണും. അപ്പോൾ അത് മിക്കതും പാസീവ്ലി മാനേജറാണ്. കാരണം ഈ ഫണ്ട് മാനേജർ ആ മ്യൂച്വൽ ഫണ്ടിനകത്ത് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം ഇവിടെ NSEയിൽ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വാല്യൂ 20. അപ്പോൾ നമ്മളിതിങ്ങനെ കുറേ ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നാൽ ഇവിടെയും കിടപ്പുണ്ട്. കണ്ടല്ലേ, ഈക്വൽ വെയിറ്റ്, Nifty 50 ഈക്വൽ വെയിറ്റ്, Nifty 100 ഈക്വൽ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടപ്പുണ്ട്. Nifty 50 വാല്യൂ 20, അങ്ങനെ ഒരു ഇൻഡിസസ് ഇവിടെ ഉണ്ട്. ആ ഇൻഡിസസ് നമ്മളെടുത്ത് താഴോട്ട് നോക്കിയാൽ അതിലെ ഹോൾഡിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനീസിനെയാണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഈ ബ്രോക്കർ അല്ലെങ്കിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ത് ചെയ്യുന്നത്? ട്രാക്ക് ചെയ്യുന്നത്. ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പം 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മുടെ ഇന്ത്യയിലുണ്ട്, NSE, BSE. നമ്മളിപ്പോൾ NSE ആണ് നോക്കിയത്. ഇനി BSEയിൽ ഇതേപോലെ ഉണ്ടോ? നമുക്ക് BSEയുടെ വെബ്സൈറ്റിൽ കയറി നോക്കാം. ഇവിടെ നമുക്ക് കാണാം BSE സെൻസെക്സ്, BSE മിഡ് ക്യാപ്പ്, BSE 100, 200, ലാർജ് ക്യാപ്പ്. ഇവിടെ ഇഷ്ടം പോലെ ഇൻഡിസസ് BSEയിലും കൊടുത്തിട്ടുണ്ട്. ഇതേ സംഭവം എടുത്ത് നമ്മൾ അപ്പുറത്ത് ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ കയറി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സുകളും അവിടെ കാണും. അപ്പോൾ ഇനി അടുത്ത മേജർ ക്വസ്റ്റ്യൻ, ഇതിലേതാണ് ബെറ്റർ? ആക്റ്റീവ്ലി മാനേജർ ഫണ്ടാണോ പാസീവ്ലി മാനേജർ ഫണ്ടാണോ ബെറ്റർ? പാസീവ്ലി മാനേജർ ഫണ്ട്, അതായത് നമ്മളിപ്പോൾ കണ്ട ഈ ഫണ്ടുകളുടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവായിരിക്കും. നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ട പലതിലും ഇവിടെ കണ്ടില്ലേ, ഇത് എക്സ്പെൻസ് റേഷ്യോ 0.25 ആണ്, ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.4 ആണ്, ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.17 ആണ്.
എക്സ്പെൻസ് റേഷ്യോ കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഫണ്ട് മാനേജർക്ക് ഇവിടെ പണി കുറവാണ്. അവർ ചൂസ് ചെയ്യേണ്ട ഏതൊക്കെയാണ് അവിടെ വെക്കേണ്ടത്, ഏതൊക്കെയാണ് എടുത്ത് മാറ്റേണ്ടതെന്ന്. അപ്പോൾ അവർക്ക് പണി കുറവായതുകൊണ്ട് തന്നെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രോക്കറേജ് ഫീയോ അല്ലെങ്കിൽ കമ്മീഷനോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനാണ് നമ്മൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്, അത് കുറവായിരിക്കും. ഇനി നമ്മൾ ഇവിടെ ഞാൻ വളരെ റാൻഡമായിട്ട് പാസീവ് അല്ലാത്ത ആക്റ്റീവ്ലി മാനേജർ ഫണ്ട് രണ്ടെണ്ണം എടുത്ത് നോക്കിയപ്പോൾ അവിടെ കണ്ടില്ലേ 1.09 അല്ലെങ്കിൽ 1ന് മുകളിൽ 1% മുകളിലൊക്കെ ആയിരിക്കും അവിടെ വരുന്ന എക്സ്പെൻസ് റേഷ്യോ. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഫണ്ട് മാനേജറും ടീമും ഒരുപാട് സമയം എടുത്ത് മെനക്കെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ കൂടുതൽ പണം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ പല വീഡിയോസിലും ഇതേപോലത്തെ പാസീവ് മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ വാങ്ങിക്കുന്നത് ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയാണ് എന്ന് പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം പാസീവ് മ്യൂച്വൽ ഫണ്ട്സ് അതല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ട്സ് മാത്രമാണ് ബെറ്റർ എന്നല്ല. രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ വലിയ വിലയില്ലാതെ, അതായത് ബ്രോക്കർ ഫീസോ അല്ലെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവിൽ നമുക്ക് ഇന്ത്യയിലെ തന്നെ ടോപ്പ് കമ്പനീസൊക്കെ എപ്പോഴും വാങ്ങിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ബിഗിനേഴ്സ് എപ്പോഴും ഇൻഡെക്സ് ഫണ്ട് കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും നമുക്കിത് രണ്ടും തമ്മിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും പെട്ടെന്ന് നോക്കാം. നമുക്ക് ആദ്യം പാസീവ് ഫണ്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത് ലോ കോസ്റ്റ് ആണ്, ലോ എക്സ്പെൻസ് റേഷ്യോ ആണ്, അത് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി രണ്ടാമത് സിമ്പിൾ ആണ്, വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, നമുക്ക് ഒരു കൺഫ്യൂഷനും വരില്ല. അതായത് ഒരു ഫണ്ട് മാനേജർ എന്തുകൊണ്ടാണ് ഒരു സ്റ്റോക്കിനെ അതിൽ നിന്ന് മാറ്റിയത്, ആഡ് ചെയ്തത്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല, വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇനി അടുത്തത് എന്താണ്? റിട്ടേൺസ്. അതായത് നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തരുന്ന റിട്ടേൺസ് എന്താണോ അതിനോട് അലൈൻ ചെയ്ത് നിൽക്കുന്ന വലിയ മോശമില്ലാത്ത റിട്ടേൺസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇനി മാർക്കറ്റ് വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ഹോൾ ഓഫ് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മോശമായിട്ട് പെർഫോം ചെയ്താൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന്റെ ഹോൾഡിംഗ് മോശമായിട്ട് പെർഫോം ചെയ്യും, അത്രമാത്രം. ഇനി അടുത്തത് നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മിനിമൽ മോണിറ്ററിങ് മാത്രം മതിയാകും. അതായത് നമ്മൾ ഇന്ത്യയുടെ തന്നെ ഏറ്റവും ടോപ്പ് കമ്പനീസിലെ ഇൻഡെക്സ് ഫണ്ടാണ് വാങ്ങിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ചെറിയൊരു പോർഷൻ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ മ്യൂച്വൽ ഫണ്ട് നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നത്, മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നത് എന്നൊന്നും ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വാങ്ങിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹോൾ ഇക്കോണമിയുടെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ്. ഇനി ഇതിൻ്റെ പ്രോബ്ലം എന്താണ്? ഇത് നമ്മുടെ മാർക്കറ്റിനെ ഔട്ട് പെർഫോം ഒന്നും ചെയ്യില്ല. കാരണം ഇത് മാർക്കറ്റിനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആക്റ്റീവ് ഫണ്ടുകളൊക്കെ അവിടുത്തെ മാനേജേഴ്സ് കൃത്യമായിട്ട് ഒരുപാട് പണിയെടുത്ത് നമ്മുടെ മാർക്കറ്റിൽ നോർമലി വരുന്ന റിട്ടേൺസിനേക്കാളും കൂടുതൽ റിട്ടേൺസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം എന്താണ്? ഇത് മാർക്കറ്റിനെ തന്നെയാണ് ട്രാക്ക് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പ്രോബ്ലം എന്താണ്? ഇത് വളരെ വല്ലാണ്ട് വോളറ്റൈലായിട്ടിരിക്കുന്ന ഒരു മാർക്കറ്റിലൊക്കെ കുറച്ച് ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് റിട്ടേൺസ് തന്നേക്കാം. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ആണ് ഇവിടെ ഉള്ളത്. അതേസമയം നമ്മൾ ആക്റ്റീവായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ, നമ്മൾ സെലക്ട് ചെയ്ത മ്യൂച്വൽ ഫണ്ട് നല്ലതാണെങ്കിൽ മാത്രം നമുക്ക് മാർക്കറ്റിനെ ബീറ്റ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. പക്ഷേ കണക്കുകൾ പറയുന്നത് നമ്മുടെ ലോകത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ഫണ്ട്സ്, അതായത് വളരെ കുറച്ച് മ്യൂച്വൽ ഫണ്ട്സ്, ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സ് മാത്രമാണ് ഈ മാർക്കറ്റിനെയൊക്കെ എപ്പോഴും, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏതെങ്കിലും 1-2 മാസം ചിലപ്പോൾ ബ്രേക്ക് ചെയ്തേക്കാം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നത് വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള 2 ക്ലാസിഫിക്കേഷൻ ഞാൻ കാണിച്ചു. ഈ ആക്റ്റീവ് ഫണ്ടും പാസീവ് ഫണ്ടും തമ്മിലുള്ള പ്രോസിൻ്റെയും കോൺസിൻ്റെയും കമ്പാരിസൻ്റെ ഒരു ടേബിളും കൂടെ ഞാനിവിടെ കാണിക്കാം, നിങ്ങൾക്ക് വേണേൽ പോസ് ചെയ്തതൊന്ന് വായിക്കാം. അപ്പോൾ ഇൻഡെക്സ് ഫണ്ടിൻ്റെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചത്. ഇനിയും ഇൻഡെക്സ് ഫണ്ടിനെ പറ്റിയും ബിഗിനേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള നല്ല ഫണ്ടുകളെ പറ്റിയൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളും ഏത് ടോപ്പിക്കിലാണ് ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് കൂടുതൽ വീഡിയോസ് ആ ഒരു ടോപ്പിക്കിൽ ബേസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.